ഹായ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നുള്ള എൻ്റെ വീഡിയോസിലെല്ലാം കുട്ടികളുടെ കൂടുതലും കെയറിനായിട്ടുള്ള കുട്ടികളെ എങ്ങനെയൊക്കെ നമ്മൾ കെയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ നമ്മുടെ അതായത് പുതിയൊരു അധ്യയന വർഷം തുടങ്ങുകയാണ് ജൂൺ 1-ാം തീയതി മുതൽ. അപ്പോൾ ഈ ജൂൺ 1-ാം തീയതി മുതൽ നമ്മളുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അത് നല്ല എന്താ പറയുക, നല്ല മഴയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അല്ലേ. ജൂൺ മാസമാകുമ്പോൾ നന്നായിട്ട് മഴയും ഇടിയും ഒക്കെയുള്ള സമയമാണ്. അപ്പം ഇത്തരം ഒരു സീസൺ അല്ലെങ്കിൽ ആ ഒരു മഴ സീസൺ സമയത്താണ് നമ്മുടെ സ്കൂള് തുറക്കാറുള്ളത്. പുതിയ കുടയും ബാഗും യൂണിഫോമും ഒക്കെ ഒന്ന് നമ്മുടെ മഴ ഒന്ന് തൊട്ട് തലോടാറുണ്ടല്ലേ. അപ്പം ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പനി പിടിക്കാനും അതുപോലെ ചുമ, ജലദോഷം അങ്ങനത്തെ അസുഖങ്ങൾ പെട്ടെന്ന് പിടിക്കാനും സാധ്യതയേറുന്നൊരു സമയമാണല്ലേ. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ വീടിന് ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് നമുക്ക് നന്നായിട്ടൊരു കെയർ കൊടുക്കണം അല്ലേ. മഴയല്ലേ, അല്ലെങ്കിൽ മഴയത്ത് വന്നതല്ലേ, കുട്ടികൾക്ക് പെട്ടെന്ന് കൈയും കാലും കഴുകിയിട്ട് ആഹാരം കൊടുക്കാമെന്ന് നമ്മളങ്ങനെയാണ് പെട്ടെന്ന് വിചാരിക്കുക. പക്ഷേ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ചേറിലും അല്ലെങ്കിൽ ചെളിയിലൊക്കെ ചവിട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ മഴവെള്ളം ചവിട്ടാതെ നമ്മുടെ സിറ്റ് ഔട്ടിലോട്ട് കയറാൻ സാധിക്കില്ല. അപ്പം ഈ പുറത്തൊക്കെ പോകുന്ന കുട്ടികളുടെ ചെരുപ്പും ഷൂവും അല്ലെങ്കിൽ സോക്സ്, അങ്ങനെ പല ഓരോ സ്കൂളിന് ഓരോ നിയമങ്ങളായിരിക്കാം. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ഷൂവും സോക്സും ദിവസേന നമ്മൾ വാഷ് ചെയ്തിടേണ്ടതുണ്ട്. ഞാനിത് പറയുമ്പോൾ മറ്റുള്ളവർ പറയായിരിക്കും, നിങ്ങൾ പറഞ്ഞിട്ട് വേണോ ഞങ്ങൾ അറിയാമെന്ന്. പക്ഷേ അറിയാത്തവർ ഇനിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കുക. എനിക്കൊരു മോളാണ്, നമ്മൾ LKG UKGയിലേക്ക് അടുത്ത അധ്യയന വർഷം പോവുകയാണ്. അപ്പം ഇപ്പോഴാണെങ്കിലും കുട്ടിയെ ഞാൻ പുറത്ത് പോയിട്ട് വന്നാൽ ഉടനെ തന്നെ കുട്ടിക്ക് കൈയും കാലും മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷമേ ഫുഡ് കൊടുക്കാറുള്ളൂ. കാരണം നമ്മൾ പുറത്ത് പോകുമ്പം നമ്മളെ പോലെയല്ല, നമ്മളാണേലും പല സ്ഥലങ്ങളിൽ തൊട്ടാണ് നമ്മൾ നടക്കുന്നത്. കാരണം ഒരു പച്ചക്കറി കടയിൽ കയറി കഴിഞ്ഞാൽ പല പച്ചക്കറികൾ എടുക്കുന്നത് നമ്മളൊരാൾ മാത്രമല്ലല്ലോ, പലരും തൊട്ട് എടുത്ത് നോക്കിയിട്ടുള്ള പച്ചക്കറികളാണ്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കുട്ടികൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എവിടെയും തൊട്ടിൽ ഉടനെ തന്നെ അവരുടെ വായിലോട്ട് വയ്ക്കും, അല്ലെങ്കിൽ അവരുടെ ഉടുപ്പിൽ തേക്കും. അപ്പോൾ അത് കുട്ടികളെ നമ്മൾ ശാസിച്ചിട്ട് ഇപ്പം എത്ര പറഞ്ഞാലും കുട്ടി കേൾക്കില്ല എന്ന് പറയും. പക്ഷേ അവരുടെ ഒരു ശൈലിയാണത്. ഏതൊരു കുട്ടിക്കാണെങ്കിലും ആ ഒരു ശൈലിയുണ്ട്. കാരണം എന്ത് കിട്ടിയാലും വായിലോട്ട് വയ്ക്കുക ചെറുപ്രായത്തിലേ തന്നെ മുതലുള്ള ഒരു ശീലമാണ് കുട്ടികൾക്ക്, അതല്ലേ. നമ്മൾ എത്രയൊക്കെ വഴിയൊക്കെ ചിലർ കാണാൻ കൈ സോക്സ് ഇടുന്നു, പക്ഷേ അതിനും കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. കുട്ടികളുടേതായ ഹെൽത്തി പ്രശ്നങ്ങളാണ്. ഹെൽത്തായിട്ട് നല്ലൊരു ശീലമാണത്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. കാരണം കുട്ടികൾ പെട്ടെന്ന് എന്തെങ്കിലും ഒന്നിനെ ടച്ച് ചെയ്തതിന് ശേഷം കുട്ടികൾ വേഗം വായിലേക്ക് കൈവയ്ക്കും. അപ്പോൾ അവരത് വായിലേക്ക് കൈവയ്ക്കുമ്പോൾ പലരും തൊട്ടും, അല്ലെങ്കിൽ ഒരു തുമ്മലുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പനിയുള്ളവരായിക്കോട്ടെ, അത് അവർ ചിലപ്പം അത് സ്പർശിച്ചതിന് ശേഷം അവർ തൊട്ട സ്ഥലമായിരിക്കും. ഇത് ഉടനെ തന്നെ കുട്ടി അത് വാഷ് ചെയ്ത് തന്നെ അവരുടെ കൈകൾ അവരുടെ വായിലോട്ടോ മൂക്കിലോട്ടോ ചെവിയിലോട്ടോ, ഇതൊക്കെ നമ്മുടെ ഇതിൽ നിന്നൊക്കെ പെട്ടെന്ന് കുട്ടികൾക്ക് അസുഖം വരാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളാണ്. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം കുട്ടികളുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്നും ഡെറ്റോൾ മേടിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഡെറ്റോൾ 2-3 തുള്ളി നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു പാത്രത്തിനകത്തേക്ക് 2-3 തുള്ളി ഒഴിച്ചതിന് ശേഷം കുട്ടിയുടെ കൈകൾ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കണം. അതുപോലെ കാല്. അതുപോലെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ അവർ വരുന്നതിന് തൊട്ട് മുൻപേ തന്നെ കുറച്ച് ചൂടുവെള്ളം, അത് തുളസിയിലയിട്ടോ മറ്റെന്തെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ കാണും, ആര്യവേപ്പിലേക്ക്. ഇതൊന്നും ഒരിക്കലും ഒരു അസുഖങ്ങൾ തരുന്നതോ അല്ലെങ്കിൽ പേടിക്കേണ്ടതായ കാര്യങ്ങളൊന്നും, നല്ല ഔഷധമായ ഇലകളാണ് ഈ തുളസി ഇലയും പനിക്കൂർക്ക ഇലയും അതുപോലെ ആര്യവേപ്പില തുടങ്ങിയ ഇലകൾ. അപ്പോൾ ഇതിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം കുട്ടികൾ വരുമ്പോൾ അവരെ നിർബന്ധമായും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച്, അതായത് നമ്മൾ വരുമ്പോഴേ തന്നെ വാ നമുക്ക് കുളിക്കാം എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കുളിക്കാൻ മടി കാണിക്കും. അവരെ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ
ഒരു സ്നേഹത്തോടെ ഇന്ന് എന്തൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിച്ചത്, എന്തെങ്കിലും പഠിപ്പിച്ചിരുന്നോ, ഇന്നെന്തെങ്കിലും കളർ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ വലിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എന്താണ് പഠിപ്പിച്ചത്. മുതിർന്ന കുട്ടികളോട് നമ്മൾ ഇപ്പോഴും മുതിർന്ന കുട്ടികളോടും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കും. പക്ഷേ മുതിർന്ന കുട്ടികളോട് പോലും നമ്മളിപ്പോൾ പറയേണ്ട ഗതികളാണ് കുളിക്ക് അല്ലെങ്കിൽ കഴിക്ക് എന്ന് പറയും. കാരണം അവരും മൊബൈൽ ഫോൺ അഡിക്ഷൻ കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പോയിട്ട് വന്നതിന് ശേഷം അവർ ആ ഡ്രസ്സിൽ തന്നെ കുറച്ച് സമയം ഇരുന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചതിന് ശേഷമേ അവർ കുളിക്കാനായിട്ട് പോവുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം പുറത്തെ അഴുക്ക് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഡ്രസ്സിലും കാണും. അപ്പോൾ അത് പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമ്മൾ പോലും കാണാത്ത സൂക്ഷ്മജീവികൾ കാണും. അപ്പോൾ അത് നമ്മൾ പോലും കാണാൻ പറ്റാത്ത തരം അണുക്കൾ കാണും. അപ്പോൾ അതിന് മുന്നേ എന്താണ്, നമ്മൾ ഈ കുട്ടികളെ കുളിപ്പിച്ച് അന്നേരം അവർക്ക് നല്ല ഫ്രഷ്നെസ് ഉണ്ടായിരിക്കും. ഇത് കുളിപ്പിച്ചതിന് ശേഷം അവർക്ക് നന്നായിട്ട് ചൂടുള്ള ആഹാരങ്ങൾ കൊടുക്കണം. ഈ മഴ സമയത്ത് ഒരിക്കലും അവർക്ക് തണുത്ത ആഹാരങ്ങൾ കൊടുക്കാൻ പാടില്ല. എപ്പോഴും തന്നെ അവർക്ക് ചൂടായിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്ന് കരുതി വലിയ ചൂടോട് കുടിക്കാനല്ല, അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടായിട്ടുള്ള രാവിലെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഫുഡുകൾ ഉണ്ടായിരിക്കും. അതൊരിക്കലും വൈകുന്നേരം അത് തന്നെ റിപ്പീറ്റ് ചെയ്തങ്ങ് കൊടുക്കും. ഇതാ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. അതിൽ നിന്ന് ചൂടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ മാവിരിപ്പുണ്ടെങ്കിൽ ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പലഹാരമാണെങ്കിൽ അതൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. പെട്ടെന്ന് നമ്മൾ ബിസ്ക്കറ്റ് പോലുള്ള ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കണം. നമ്മൾ ഓർക്കും കുട്ടികൾക്ക് ഇഷ്ടം ബിസ്ക്കറ്റാണല്ലോ, കഴിവതും അത്തരം ആഹാരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നൂഡിൽസ്, ബിരിയാണി, ഇത്തരം ആഹാര രീതികളിൽ മാസത്തിൽ ഒന്ന്, ഇപ്പം നമ്മൾ നൂഡിൽസും ബിരിയാണിയും കഴിക്കരുതെന്ന് നമ്മൾ പറഞ്ഞാലൊന്നും കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും നമ്മൾ കഴിക്കാതിരിക്കേണ്ടത് ഇല്ല. അവർ കഴിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആഹാരവുമായിരിക്കും. അതൊരു മാസത്തിൽ ഒരിക്കൽ ഒരു തവണയെങ്കിലും കൊടുക്കാനായിട്ടുള്ള രീതിയിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ആക്കിയെടുക്കണം. എന്ന് കരുതി എന്നും നമ്മൾ ഇതുപോലത്തെ ഫാസ്റ്റ് ഫുഡും അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, അതുപോലെ പക്കാവട, മിച്ചറ, ഇതൊക്കെ അവർക്ക് വയറിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡുകളാണ്. വന്നു കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ അല്ലാതെ അതിൻ്റെ കൂടെ സ്നാക്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ കൊടുക്കാൻ കഴിവതും ശ്രദ്ധിക്കണം. അല്ലാതെ കടകളിൽ നിന്നുള്ള ആഹാരങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ മഴ സീസണാണെങ്കിലും അല്ലാത്ത സീസണാണെങ്കിലും അവർക്ക് വയറ് സംബന്ധമായ അസുഖങ്ങൾ പിടിപെടാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികളിൽ പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ തടയാൻ സാധ്യമാണ്. പിന്നീട് പിന്നെ ഈ മഴ സമയത്ത് കുട്ടികളുടെ ബാഗും അതുപോലെ കുട ഇതൊക്കെ നനയാൻ കൂടുതലും സന്ദർഭങ്ങൾ കൂടുതലാണ്. അപ്പം കുട നനഞ്ഞ ശേഷം അവർക്ക് ഒന്നെങ്കിൽ സ്കൂളുകളിലേക്ക് പോവുകയാണെങ്കിൽ അവർക്കവിടെ മാറ്റി വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിയാണെങ്കിലും വലിയ കുട്ടികൾക്കാണെങ്കിലും ഒരു കവർ നമ്മൾ എപ്പോഴും നമ്മുടെ ബാഗിൽ കുട്ടികൾക്ക് കരുതി കൊടുത്തു വിടണം. കാരണം ഒന്ന് കുട നനഞ്ഞാലൊന്ന് ഇടാനായിട്ട് ഒക്കെ കൊടുക്കണം. പിന്നെ എല്ലാവർക്കും മഴക്കോട്ടുകളും അങ്ങനെ വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നില്ല. അപ്പം ഇത്തരം കവറുകളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ ബാഗിൽ തന്നെ അവരുടെ നനഞ്ഞ കുടകൾ സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ ഇൻ്റർവെൽ ടൈമിലൊക്കെ കുറച്ച് സമയം ക്ലാസ് റൂമിൽ ഇങ്ങനെ നിവർത്തി വയ്ക്കുമ്പോഴേക്കും അതിലെ വെള്ളമെല്ലാം ഒന്ന് പോയതിന് ശേഷം കുട അവർക്ക് മടക്കി വയ്ക്കാനും സാധിക്കും. അപ്പോൾ യൂണിഫോമൊക്കെ ആണെന്ന് പറഞ്ഞാലും കൂടുതലും വാഷ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമേ കുട്ടികൾക്ക് ധരിക്കാൻ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അവർക്ക് ഇൻഫെക്ഷൻ, അതായത് വെള്ളം നനഞ്ഞിരുന്ന് കഴിയുമ്പോൾ കുട്ടികളുടെ കഷത്തിൻ്റെ അടിയിലും കോളറിൻ്റെ സൈഡ് കഴുത്തിൻ്റെ അടിയിലും ആൻഡ്രാംസുകളിലും ഒക്കെ നന്നായിട്ട് ഈ വെള്ളവും അവരുടെ വിയർപ്പും ഒക്കെ ഇരുന്ന് ഒരുപാട് സ്മെല്ലുകൾ വരാനും അതുപോലെ അവർക്ക് റാഷസ്, അതായത് ചൊറിച്ചിലും അതുപോലെ തന്നെ സംബന്ധമായ മറ്റ് അസുഖങ്ങളിലേക്ക് കടന്നു ചെല്ലാം. പിന്നെ കുട്ടികൾ ഒരുപാട് മുടിയുള്ളവരാണ്. അപ്പോൾ ഈ മുടിയുള്ള കുട്ടികൾ രാവിലെയും വൈകുന്നേരവും അവരുടെ മുടി വാഷ് ചെയ്യുമ്പം ഈ മഴ സമയത്ത് ഉണങ്ങാൻ പാടായിരിക്കും. ഇപ്പോൾ നന്നായിട്ട് തോർത്തിയാലും അത് ചിലപ്പോൾ അപ്പോൾ മഴ സീസൺ ആകുമ്പോഴത്തേനും പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ മുടികൾ ഉണങ്ങാൻ പാടാണ്. ഈ സാഹചര്യത്തിൽ ഉണങ്ങാത്ത മുടി കെട്ടിവെക്കുകയും അല്ലെങ്കിൽ അതിൽ നിന്ന്
ഉണങ്ങാത്ത മുടി പെട്ടെന്ന് ടൈറ്റായിട്ട് കെട്ടി വെച്ചതിന് ശേഷം സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുണ്ടാകാം. കാരണം മുടിയിൽ താരൻ്റെ ഇത് കൂടാം. അതുപോലെ തന്നെ മുടി കഴുകാനെടുക്കും, അല്ലെങ്കിൽ മുടി അല്ലാത്തപ്പോൾ എടുക്കുമ്പോഴത്തേക്കിന് ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളുടെ മുടികൾ ഉണക്കാനായിട്ട് നേരത്തെ എഴുന്നേറ്റ് ഒന്നെങ്കിൽ വാഷ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കാരണം 7 മണിയാകുമ്പോൾ കുട്ടികൾക്ക് പോകേണ്ട കുട്ടികൾ എന്ത് ചെയ്യണം, വൈകുന്നേരങ്ങളിൽ മാത്രം മുടി വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം മുടി ഒന്ന് തോർത്തിയതിന് ശേഷം ഫാനിൻ്റെയൊക്കെ എടുത്തിരുന്ന് നന്നായിട്ടൊന്ന് ഉണക്കാൻ ശ്രമിക്കണം. അല്ലാതെ രാവിലേക്ക് മുടി ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം മുടി ഒന്നെങ്കിൽ മൊത്തം പോവുകയും ചെയ്യും, മുടിക്ക് അല്പം നന്നായിട്ട് സ്മെല്ല് വരാനും സാധ്യതയുണ്ട്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ മുടി നന്നായിട്ട് കെയർ ചെയ്യണം. ഇത് ഈ മുടിയിൽ വെള്ളം താന്നാണെങ്കിലും നമുക്ക് പനിയും മറ്റ് അസുഖങ്ങളും ഉണ്ടാകാൻ സാഹചര്യം കൂടുതലാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീടുകളിൽ തന്നെ പനിയൊക്കെ വരാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഹെൽത്തായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല നല്ല ഹെൽത്തുകൾ നമ്മുടെ തന്നെ വീട്ടുകളിൽ നിന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം കുറച്ച് കുരുമുളകും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഉപയോഗിച്ച് നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഇത്തരം സ്പൈസസ്, കുരുമുളകും വെളുത്തുള്ളിയൊക്കെ നമുക്ക് പ്രതിരോധശേഷി കൂടുന്ന നല്ലൊരു സ്പൈസസാണ് ഇത് രണ്ടും. അപ്പോൾ അത്തരം ഫുഡുകൾ കൊടുക്കുമ്പോൾ കുട്ടികളിലെ പ്രതിരോധശേഷി കൂടുകയും കൂടുതലും വലിയ വലിയ അസുഖങ്ങൾ, അതായത് പനി, ജലദോഷം എന്നീ അലർജി പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ നമുക്ക് കെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് വീഡിയോകളൊക്കെ ആയിട്ട് വരുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും എനിക്ക് എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കറിയത്തില്ലാത്ത ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് കെയറിൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ടിപ്സുകളുണ്ടെങ്കിൽ അതും എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു.